മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഈ ദിവസം ദൈവം നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്, വാഗ്ദത്തം എന്ന് പറയുന്നത്, ദൈവം നിങ്ങളോട് കൂടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ സകല പ്രതിസന്ധിയിൽ നിന്നും, കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ കരയിച്ച, നിങ്ങളെ വേദനിപ്പിച്ച സകല പ്രതിസന്ധിയിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാനായിട്ട് എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി അൺലോക്ക് യുവർ ലോക്ക് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇസ്രയേൽ ജനത്തെ ഫറവോന്റെ അടിമത്വത്തിൽ നിന്നും, ആ കാലഘട്ടത്തിൽ അധികാരമുള്ള, ഭുജബലമുള്ള, ആയുധബലമുള്ള ഫറവോന്റെ അടിമത്വത്തിൽ നിന്നും വിടുവിക്കുവാനായിട്ട് ഈ ദൈവം സർവശക്തനായിരുന്നു. ചെങ്കടലിൻ്റെ മുന്നിൽ ഇസ്രയേൽ ജനത്തിനു വേണ്ടി, ദൈവത്തിൽ ആശ്രയം വെച്ച ഇസ്രയേൽ ജനത്തിനു വേണ്ടി പുതുവഴി തുറക്കുവാനായിട്ട്, ഇതുവരെ ആരും കാണാത്ത ഒരു വഴി തുറക്കുവാനായിട്ട് എൻ്റെ ദൈവം വിശ്വസ്തനായിരുന്നു. അവർക്ക് മുന്നിൽ ഉയർന്നു നിന്നിരുന്ന യെരിഹോ മതിലിനെ ഇടിച്ചു കളയുവാനായിട്ട് ഈ ദൈവം സർവശക്തനായിരുന്നു. വിതച്ച് അവർ കൊയ്യേണ്ട സമയത്ത് കരകവിഞ്ഞൊഴുകുന്ന യോർദാനെ രണ്ടായി കീറി മുറിക്കാനായിട്ട് ഈ ദൈവം സർവശക്തനായിരുന്നു. നിന്റെ വിഷയത്തിൽ, നിന്റെ പ്രതിസന്ധിയെ കീറി മുറിച്ചുകൊണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഈ ദൈവം വിശ്വസ്തനാണെന്ന് ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് നിങ്ങളോട് തൂതു പറയുകയാണ്. ഇത് നിങ്ങൾ വിശ്വസിച്ചാട്ടെ, ഇത് നിങ്ങൾ ഏറ്റെടുത്താട്ടെ. നാളുകളായിട്ട് നിന്നെ വളഞ്ഞുകൊണ്ടിരിക്കുന്ന, നിന്നെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന നിന്റെ സകല പ്രതിസന്ധിയിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അവൻ നിന്റെ ചാരയുണ്ട്. 118-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യത്തിൽ, സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞിരിക്കുന്നു, എൻ്റെ യഹോവയുടെ നാമത്താൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. നിന്നെ ചുറ്റി വളഞ്ഞിരിക്കുന്ന ആ ജാതി ഏതാണ്? രോഗമാണോ? കടബാധ്യതയാണോ? തലമുറയുടെ വിഷയമാണോ? ജോലിയുടെ വിഷയമാണോ? നിന്നെ ചുറ്റി വളഞ്ഞിരിക്കുന്ന ജാതി ഏതുമാകട്ടെ, അതിനെ ഛേദിച്ചു കളഞ്ഞുകൊണ്ട് അതിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവരാൻ എൻ്റെ ദൈവം നിന്റെ ചാരയുണ്ട്. ഈ ദിവസങ്ങളിൽ നിന്നെ വലയം ചെയ്തിരിക്കുന്ന, നിന്നെ കണ്ണുനീരിൽ ആഴ്ത്തിയിരിക്കുന്ന, നാളുകളായിട്ട് നിന്നെ ചുറ്റി വലിഞ്ഞു മുറുകിയിരിക്കുന്ന ആ വിഷയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി മാത്രം ഒരത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവം എഴുന്നേറ്റിരിക്കുകയാണ്. ദൈവം എഴുന്നേറ്റാൽ ശത്രുക്കൾ ചിതറുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണുവാൻ ഇടയായിത്തീരും. നാളുകളായിട്ട് രോഗബന്ധനത്തിലായിരിക്കുന്ന ചില വ്യക്തികൾ എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ സമയത്ത് അവർ വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ഈ സമയത്ത് രോഗത്തിൻ്റെ മേൽ ദൈവം ഒരു വിടുതൽ കൽപ്പിക്കുകയാണ്. അതുപോലെ സാമ്പത്തികമായ കടബാധ്യതയിലായിരിക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കടബാധ്യതയുടെ മേൽ നീ പോലും പ്രതീക്ഷിക്കാത്ത ഒരു പുതുവഴി, ചെങ്കടലിൻ്റെ മുന്നിൽ അവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു പുതുവഴി ദൈവം തുറന്നെങ്കിൽ, നിന്റെ വിഷയത്തിൻ്റെ മധ്യത്തിൽ നീ പോലും വിശ്വസിക്കാത്ത, നീ പോലും ചിന്തിക്കാത്ത ഒരു പുതിയ വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കുകയാണ്. അത് വിശാലമായ വഴിയാണ്, അത് അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. ആ വഴിയിലേക്ക് ദൈവം നിന്നെ നടത്തുകയാണ്. ചില കുടുംബങ്ങളിൽ തലമുറയുടെ വിഷയത്തിൽ നാളുകളായിട്ട് കരയുന്ന ചില മാതാപിതാക്കൾ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. തലമുറയുടെ വിഷയത്തിൽ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. ശത്രുക്കൾ ചിതറുന്നത് ആത്മാവിൽ ഞാൻ കാണുകയാണ്. നാളുകളായി നിന്റെ തലമുറയെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ശത്രുവിൻ്റെ കരത്തെ എൻ്റെ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വെട്ടിമാറ്റുന്നത്, നിന്റെ തലമുറ ഫ്രീ ആകുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തെ ആരാധിക്കുകയാണ്. നിങ്ങൾ വിശ്വസിച്ചാട്ടെ. നിങ്ങളായിരിക്കുന്ന ചില പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അവർ നിനക്ക് വേണ്ടി ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്ന നിന്റെ ജീവിതത്തിൽ ഇതാ ഞാൻ കാണുകയാണ്. നിന്റെ ജീവിതത്തിൽ ദൈവം ചില അത്ഭുതങ്ങൾ ഈ സമയത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രിയാണ്.
ദൈവമാണ്. അവൻ ആദ്യനാണ്, അവൻ അന്ത്യനാണ്, അവൻ ആർക്കും കടക്കാരനല്ലാത്ത ദൈവമാണ്. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്. 118 സങ്കീർത്തനം അതിൻ്റെ 13 വാക്യം, ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. കഴിഞ്ഞ നാളുകളിൽ ചില വ്യക്തികൾ നിന്നെ തള്ളിയില്ലേ? നീ തകർന്ന തരിപ്പണമാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിനക്കെതിരായിട്ട് ചിലത് പ്രവർത്തിച്ചില്ലേ? എന്നാൽ യഹോവ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. നിന്നെ തള്ളിയവരുടെ മധ്യത്തിൽ, നീ തകർന്ന് കാണണമെന്ന് ആഗ്രഹിച്ചവരുടെ മധ്യത്തിൽ നിനക്ക് വേണ്ടി മേശയൊരുക്കുവാൻ, അതെ, നിനക്ക് വേണ്ടി മാത്രം മേശയൊരുക്കുവാൻ എൻ്റെ ദൈവം നിന്റെ ചാരയുണ്ട്. ഇന്നലെ അവർ തള്ളി നിന്നെ നോക്കി പരിഹസിച്ചു എങ്കിൽ, നീ വീഴുന്നത് കണ്ടുകൊണ്ട് അവർ ചിരിച്ചു എങ്കിൽ, അവരുടെ മുഖത്തെ ചിരി മാറ്റിക്കൊണ്ട് നിന്റെ മുഖത്ത് ഒരു പുതു ചിരി പടർത്തിക്കൊണ്ട് എൻ്റെ ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ പോവുകയാണ്. നിന്റെ ദേശത്ത്, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇന്നലകളിൽ നിന്റെ കാൽ വഴുതി വീണു എന്ന് നിനക്ക് തോന്നിയ അതേ സ്ഥാനത്ത് തന്നെ നിന്നെ നിർത്തിക്കൊണ്ട് ഒരു അത്ഭുത വിഷയമാക്കിക്കൊണ്ട് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ മാറ്റമില്ലാത്ത ഭുജബലമുള്ള ദൈവമാണ്. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ബന്ധുബലം കാണാം, സ്വാധീനങ്ങൾ കാണാം, വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യത കാണാം. പക്ഷെ എന്തുമുണ്ടാകട്ടെ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, അവയിലൊക്കെ ആശ്രയിക്കുന്നതിനേക്കാൾ സർവശക്തനായ എൽ ശദായിയായ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. കാരണം അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. അവൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. നിന്റെ കൂടെ ഇരുന്ന് അന്ത്യത്തോളം നരക്കുവോളം നിന്നെ ചുമക്കുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഇത് നിങ്ങൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ, ഈ ദിവസങ്ങളിൽ തന്നെ നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു വിടുതൽ നീ കാണുവാൻ പോവുകയാണ്. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ജീവിതത്തിൽ അവർ ആയിരിക്കുന്ന കഷ്ടങ്ങളിൽ നിന്ന്, കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന് അങ്ങവരെ വിടുവിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നാളുകളായി അവരെ വളഞ്ഞിരിക്കുന്ന ആ കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ നിന്ന്, വേദനയുടെ അനുഭവത്തിൽ നിന്ന് ഒരു വിശാലത വരുത്തിക്കൊണ്ട് ഒരു അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിലേക്ക് അങ്ങവരെ കരം പിടിച്ചു നടത്തുന്ന അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നലകളിൽ അവരെ വളഞ്ഞിരുന്ന സകല ജാതികളുടെ കരത്തിൽ നിന്നും അവരെ വിടുവിച്ചുകൊണ്ട് അവരെ താങ്ങുന്ന അങ്ങയുടെ കരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ശത്രു നിന്നെ തള്ളിയെങ്കിൽ ദൈവം നിന്നെ താങ്ങുകയാണ്. ശത്രു നീ വീഴുവാൻ ആഗ്രഹിച്ചുവെങ്കിൽ ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ്. ഇത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.